അഹിതാഹ, ഹിതമില്ല, അഹിതാഹ എന്ന് പറഞ്ഞാൽ ശത്രുക്കളായിട്ട്, ഒരാൾക്കും ഹിതം വരാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അഹിതാഹ ജഗതഃ ക്ഷയായ, ലോകത്തിന്റെ നാശത്തിനായിട്ട് പ്രഭവന്തി, ഇവർ സമർത്ഥന്മാരായിത്തീരുന്നു. ഇവരുടെ അജണ്ട ലോകത്തിന്റെ നാശമാണ്. അതിൽ തന്റെ നാശം കാണുന്നില്ല. തന്റെ നാശവും കാണും, വേണമെങ്കിൽ അവര് സ്വയം ബോംബാവും എന്ന് പറയാം. അങ്ങനെയാണ് അവരുടെ ട്രെയിനിങ്. അവർക്ക് ബോംബാവാൻ വിഷമില്ല, അതുകൊണ്ട് അവരെന്തും ചെയ്യും. ഇതൊക്കെ ആസുര പ്രകൃതികളാണ്. ഇങ്ങനെയുള്ള ഈ ആസുര പ്രകൃതികളോട് നമ്മുടെ സമീപനം എന്താണെന്ന്, നമ്മളെന്താ വേണ്ടത് എന്നൊക്കെ ഉണ്ട്. ആസുര പ്രകൃതികളുടെ ഇടയിൽ പെട്ട എങ്ങനെ വേണം? ഇത്തരത്തിലുള്ള ആസുര പ്രകൃതി നമ്മുടെ ഉള്ളിലുണ്ടോ? പ്രകൃതം ഇത്തരത്തില് ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഗീതാ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരേണ്ടുന്ന ചിന്ത, അവന്റെ എന്തോ അജ്ഞാനമാണ് അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അവന് ജ്ഞാനപ്രധാനമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പദ്ധതി, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ മുളക് പൊടിയും ബ്ലേഡും അല്ല. മുളക് പൊടിയും ബ്ലേഡും പ്രശ്നത്തിന് പരിഹാരമല്ല. അങ്ങനെയാണ് ഈ പലരും പലതും ചെയ്തിട്ട് ഇവിടെ പ്രശ്നത്തിന് പരിഹാരം വേണ്ട, ഇല്ലല്ലോ. നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നാതിരിക്കട്ടെ. കിട്ടിക്കഴിഞ്ഞ ശരിയാക്കണം, അടിച്ച് ശരിയാക്കണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്, നമുക്ക് പ്രവർത്തിക്കാനുള്ള ധൈര്യമില്ല. അവനതുണ്ട്. അറിയുള്ളൂ നമ്മളും അവനും തമ്മിലുള്ള വ്യത്യാസം. അവനത് ധൈര്യമുണ്ട് പ്രവർത്തിക്കാൻ, നമുക്കോ ധൈര്യമില്ല. അതുകൊണ്ട് നമ്മൾ അവനെ ഒരു പകരക്കാരനാവുകയല്ല വേണ്ടത്, മറിച്ച് അതുകൊണ്ടാണ് ജയിലുകളിലൊക്കെ കൗൺസിലിംഗ് സെന്റർ വേണമെന്ന് പറയുന്നത്. പ്രതിമാബേദി കിരൺ, സോറി, അവര് വിട്ടുപോയ ആള്, കിരൺ ബേദി അതാണ് ആലോചിച്ചിട്ടുള്ളത്. അവരാ നിലയിലാണ് ചിന്തിച്ചത് എന്ന് പറയാം. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ സ്ഥിരം കുറ്റവാളിയായി കാണാതെ. അതാണ് കോടതിയിൽ ജഡ്ജി കുറ്റവാളിയെ വിസ്തരിക്കുന്ന സമയത്ത് ചോദിച്ചു, 8ാമത്തെ പ്രാവശ്യമാണല്ലോ നിങ്ങളെ എനിക്ക് തന്നെ ഇങ്ങനെ വിധിക്കേണ്ടി വരുന്നത് എന്ന്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ അദ്ദേഹം പറയാം, സർ, ഞാനൊരു അങ്ങയുടെ ഒരു റെഗുലർ കസ്റ്റമർ ആണല്ലോ, ആ നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് വേണമെന്ന് പറയും. ഇന്ന് എവിടെയും ഡിസ്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇതിലും എനിക്ക് എന്ത് വേണം? ഡിസ്കൗണ്ട് വേണം. നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് നമ്മുടെ രീതി വേറെയാ. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ലോകത്തിലെ കാര്യങ്ങൾ നോക്കി കാണാനൊരു ശ്രമം നടത്തിയാൽ നമുക്ക് അത്ഭുതം തോന്നും പലതും. ഇപ്പൊ ഈ മാസം കൂടുമ്പോ സ്വാമി പറഞ്ഞുതരാം, ഒരു 2-ാം തീയതി ഒരു 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഈ ബൈക്കിൽ പോകുന്ന പിള്ളേര്, ഇതൊരു ചെറുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് പോലീസുകാർ പിടിച്ചുകൊണ്ടിരിക്കും. കണ്ട അപ്പൊ സൈഡാക്കാൻ പറയും, എന്നിട്ട് ലൈസൻസ് എടുക്കും, അതെടുക്കും, ഇതെടുക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതിപ്പോ ഒരു ഇതാണ്. അങ്ങനെ പോലീസിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് ഇവിടുത്തെ നിയമത്തോട്, ഇവിടുത്തെ നിയമജ്ഞരോട് എന്ത് ബഹുമാനം ഉണ്ടാവുക? ഇവരല്ലേ നാളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവര്? പോലീസിനൊക്കെ അവരോടുള്ള പെരുമാറ്റം വളരെ മോശമായിട്ടായി അവരോട് പെരുമാറും. അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക. അപ്പൊ ചെറുപ്പക്കാരോടാണ് അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയിട്ട് ലോകം പെരുമാറേണ്ടത് എന്നാണ്. കാരണം എന്താണ്? അവരാണ് നാളെ, കാരണം അവർക്കത് കിട്ടണേ. ഇത് അവർക്ക് കിട്ടുന്ന എല്ലാ ഇടങ്ങളും ഇങ്ങനെയാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ്. എവിടെ പോയി കഴിഞ്ഞാലും മര്യാദയ്ക്ക് ആരും സംസാരിക്കില്ല. അവർക്കും തോന്നും, നാളെ ഞാനും പോലീസായി കഴിഞ്ഞാൽ ഇതേപോലെ ബൈക്കിൽ വരുന്നവന് ഡാ അങ്ങനെ പറയാം, ഡാ ഇത്രയല്ല, എടുക്ക, എന്താ നിനക്ക്, നിന്റെ മുടി ബാർബർ ഷോപ്പൊന്നുമില്ല ഇവിടെ, അത് ഇയാളാരാ ഇവന്റെ മുടി? അവനെ ആലോചിക്കുമല്ലോ മനസ്സിൽ, പക്ഷെ ഒന്നും മിണ്ടില്ല, നിസ്സഹായനാവൻ, അവനൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. മേലില് നാളെ തന്നെ വെട്ടിക്കൊള്ളണം. എന്നാ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കൂ, ഇദ്ദേഹത്തിന്റെ മകൻ ഇദ്ദേഹം പറഞ്ഞ അനുസരിക്കുമെന്ന്.
അച്ഛാ അത് സ്റ്റേഷനിൽ, ഇവിടെ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഈ നാടിന് മുഴുവൻ നന്നാക്കാൻ നടക്കുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ മക്കൾ കാന്തോന്നികളാവുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു സമീപനം ഉണ്ടല്ലോ, നമ്മൾ നോക്കുക ലോകത്തിൽ. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ആസുര പ്രകൃതിയാവില്ല. എന്റെ പെരുമാറ്റം ലോകത്തിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കില്ല. പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിനെ അങ്ങേയറ്റം സഹായിക്കാനുള്ളതാണ്. നമുക്ക് അങ്ങേയറ്റം വിശ്വാസം വേണം അല്ലേ? അവിടേക്കൊക്കെ പോകുമ്പോൾ പേടിയില്ല ഇവര്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വാമിയോട് എന്താ ഈ പറയുന്നത് അർഹിക്കുന്ന ഗൗരവത്തിലെടുക്കാൻ അപേക്ഷിക്കുന്നു. ഏത് രംഗമാവട്ടെ. ആസുരമായിട്ടുള്ള ഭാവം ഇതാ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ്. ഭഗവാൻ തുടരുന്നു. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തെ ശുചിവ്രതാഃ. കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഃ മോഹാത് ഗൃഹീത്വാ അസദ്ഗ്രാഹാൻ പ്രവർത്തന്തെ അശുചിവ്രതാഃ. ദുഷ്പൂരം കാമം ആശ്രിത്യ. എങ്ങനെയുള്ള കാമം? ഒരിക്കലും പൂരിപ്പിക്കാൻ പറ്റാത്ത. അത് ഒന്ന് കിട്ടിയാൽ വീണ്ടും. ജ്ഞാനപ്പാനയിലുണ്ടല്ലോ, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, 1000 കിട്ടിയാൽ അങ്ങനെ പോകുന്നു എന്ന് പറയാം കാമം. മതിവരാത്ത ആഗ്രഹത്തെ ആശ്രയിച്ചിട്ട് ദുഷ്പൂരം കാമം ആശ്രിത്യ. കൂട്ടത്തില് അലങ്കാരമായിട്ട് എന്തൊക്കെയുണ്ടെന്നറിയോ? ദമ്പം മാനം മതാന്വിതാഹ. ദമ്പം മാനം മതം ഇത്യാദികളെ കൊണ്ട് സമന്വിതനായിട്ടുള്ള അതിന്റെ ചേർച്ചയോട് കൂടിയിട്ട് അശുചിവ്രതാഹ. ശുചിവ്രതനാണോ? അല്ല, അശുചിവ്രതാഹ. ഈ അശുചി എന്നുള്ളത് അവൻ വ്രതമായിട്ട് സ്വീകരിച്ചിരിക്കുക. മനസ്സും ശരീരവും വാക്കും എല്ലാം തന്നെ ശുദ്ധിയില്ലാത്തവരായിട്ട് മോഹാൻ അസദ്ഗ്രാഹാൻ. മോഹാൻ വിവരക്കേട്. അസദ്ഗ്രാഹാൻ അസത്തായിട്ടുള്ള ആഗ്രഹങ്ങളെ എന്താണ് ഗൃഹീത്വ സ്വീകരിച്ചിട്ട് പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ്. ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. അപ്പൊ അത് ഇന്ന് അതും ഈ ഇപ്പം ബോംബെയിൽ മാത്രമല്ല, ഇപ്പൊ ഈ കേരളത്തില് കൊച്ചിയാണ് അത്ര അതിന്റെ ഒരു പ്രധാന കേന്ദ്രം. ഈ ഭീകരവാദമെന്നോ എങ്ങനെങ്കിലുമൊക്കെ ഓരോ വാദങ്ങളുണ്ടല്ലോ. അതിനെയൊക്കെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബോംബെയിൽ ഒരു മർഡർ കേസ്, ഒരു മലയാളി ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ്. ഹോട്ടൽ ബിസിനസ്സാണ്, ഒരു ഹോട്ടൽ ഗ്രൂപ്പാണ്. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് അവിടെ ലൂട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ല. പകല് തന്നെ വന്ന് ചെയ്യും. അതിനൊക്കെ ആളുകളുണ്ട്, ദാതമാര്. നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ബോംബെയിൽ നമ്മളൊരു ദാതയെ കണ്ടിട്ടുണ്ട്, 2 കാലുമില്ല, എന്നാലും അയാൾ ദാതയാണ്. കാല് പോയത് വേറെ ആരോ ഇതുപോലെ കൊണ്ടുപോയതാ. ദാത എപ്പോഴും ദാതയാണ്. അപ്പം ഈ ഒരു പയ്യനെയാണ് അവര് ഉപയോഗിച്ചത്. അവന്റെ അച്ഛൻ വളരെ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുള്ള, അമ്മയെ അതുപോലെ. അവര് നല്ല നമുക്കിപ്പോ പറയാം സംസ്കാരമൊക്കെ ഉള്ളവര് എന്നൊക്കെ പറയാം. കഴിയാനും കാര്യങ്ങളും ഒക്കെ ഇതുണ്ട്. പക്ഷെ അവന് ബൈക്ക് എന്നുള്ളതൊരു വലിയ ഹരമാണ്. ബൈക്ക് വേണം. അപ്പൊ അച്ഛനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ബൈക്ക് വേണം, പക്ഷെ മേടിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ അതാണ് ഓഫർ ചെയ്തത്, ബൈക്ക്. ഇത്രയേ ഉള്ളൂ. അയാളെ തോക്കും കൊടുത്തു, ബൈക്കും കൊടുത്തു. ബൈക്ക് ആദ്യമേ കൊടുത്തു, ഒരു 4-5 മാസം ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട്. പിന്നെ തോക്കും കൊടുത്തു. ചെയ്തു കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് നിന്നെ പുറത്തിറക്കും ഞങ്ങൾ, അതിനൊന്നും വിഷമിക്കണ്ടെന്ന് പറയാം. അപ്പൊ അത് സംഭവിച്ചു എന്നാണ്. പുറത്തിറങ്ങിയില്ലേ എന്നുള്ളത് വേറെ കാര്യം. അതിന്റെ ഒരു ഫീച്ചർ വന്നിരുന്നു ബോംബെയിൽ. ഇത്തരം ടെററിസ്റ്റുകൾ, ഇങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവരെങ്ങനെയാണ് ചെറുപ്പക്കാരെ പിടിക്കുന്നത് എന്ന് അവരുടെ ആഗ്രഹങ്ങൾ കൊടുക്കുക. ചെറുപ്പക്കാരെ
ഈവൻ ഇന്ന് ഈ അടുത്ത കാലത്ത് അതുപോലെ വേറൊരു രസകരമായിട്ടുള്ള ഈ മതാനുയായികൾ പോലും ഈ വഴിയെ സ്വീകരിക്കുന്നു. ഏതാ, ചെറുപ്പക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള അവർക്ക് ഹരം പകരുന്ന കാര്യങ്ങളെയൊക്കെ വളരെ എന്താ പറയാ ഫ്രീ ആയിട്ട് അനുവദിച്ചു കൊടുത്തേക്കുക. അതിന് പാട്ടും കൂത്തോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഒന്ന് അങ്ങോട്ട് കുറച്ച് ആളെ വേണം നമുക്ക് എന്ന് പറയും. അപ്പൊ അവരുടെ ആവശ്യങ്ങളെ ഇവിടെ പറയുന്നല്ലോ, ദുഷ്പൂരം കാമം ആശ്രിത്യ, നിറയ്ക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ആളുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതാണ്. ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങളൊരു ബാങ്ക് കൊള്ള ചെയ്തിട്ടുള്ളത് അമ്മ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള ന്യൂസ് കേട്ടിട്ടുള്ളതല്ലേ ഇല്ലേ? അമ്മയാണ് പോലീസിനോട് പറയുന്നത്. പോലീസ് ഇതിനെ അന്വേഷണത്തെ വേറെ എവിടേക്ക് ആള് പോയി കഴിഞ്ഞു. എവിടേക്ക്? ഗോവയ്ക്കോ എവിടെയോ. കുട്ടി അവിടെ സുഖമായിട്ട് കടന്നുറങ്ങുക. പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അത്. അവർ പറഞ്ഞു അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരുവനാണ് ഇത് ചെയ്തത്, അല്ലാതെ ചെയ്യില്ല. ബിയർ ബോട്ടലിന്റെ ഉള്ളിൽ പെട്രോളൊക്കെ നിറച്ച് വളരെ ഭംഗിയായിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്ത്. പക്ഷെ ഇവൻ അങ്ങനെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. കുറച്ച് സിനിമ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, മതി, ധാരാളമാണ്. അതൊരു സ്വാധീനമാണ്, ഓർത്തുകൊള്ളുക. അതൊരു സമ്പർക്കം തന്നെയാണ്, ഒരു കൂട്ടുകെട്ട് തന്നെയാണ്. നമ്മൾ വിചാരിക്കണ്ട പുറത്തു പോകണമെന്നൊന്നും വേണ്ട, വീട്ടിൽ തന്നെ വരിക ഇവരൊക്കെ വെച്ചാ മതി. അവരുടെയൊക്കെ നിരന്തര സമ്പർക്കമാണ്. കുട്ടിച്ചാത്തനെ കാണുന്നു വേണ്ട, അത് തുറന്നാ മതി. പെട്രോൾ മാക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ? അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടി, പ്രചോദനം കിട്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. അമ്മയെ സംബന്ധിച്ച് ഒരിക്കലും അവനതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇതാ, ദുഷ്പൂരേണ കാമേന ദുഷ്പൂരം കാമം ആശ്രിത്യ, എന്തൊക്കെയോ നിറയുന്നില്ല എന്ന് പറയാം ആഗ്രഹങ്ങൾ. അപ്പൊ ആ ആഗ്രഹങ്ങളെ നിറയ്ക്കാൻ അവൻ സ്വീകരിക്കുന്ന മാർഗോ തെറ്റായത് തന്നെ. ദമ്പമാനം അതാന്വിതം, ദമ്പമാനം ഇത്യാദികളെ കൊണ്ട് മോഹാത് അസദ്ഗ്രാഹാൻ ഗൃഹീത്വ പ്രവർത്തന്തെ. പിന്നെ അസത്തായിട്ടുള്ള ആഗ്രഹങ്ങളെ ആശ്രയിച്ചിട്ട് അവൻ പ്രവർത്തിക്കുന്നു. അവന്റെ പ്രവൃത്തിയും അത്തരത്തിൽ തന്നെയാണ്. തുടർന്ന് അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ച്. ചിന്താം അമരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാഃ ഏതാവദിതി നിശ്ചിതാഃ ആശാപാശശതൈർബദ്ധാഃ കാമക്രോധപരായണാഃ ഈഹന്തെ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ. ചിന്താം അപരിമേയാം ച പ്രളയാന്താം ഉപാശ്രിതാഃ കാമോപഭോഗപരമാഃ ഏതാവത് ഇതി നിശ്ചിതാഃ ആശാപാശ ശതൈഃ ബദ്ധാഃ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയാ. ഒക്കെ ഈ ഗീത, ഈ ശ്ലോകങ്ങളൊന്നും സ്വാമി വ്യാഖ്യാനിക്കണം എന്നില്ല, പത്രം എടുത്ത് നോക്കിയാൽ മതി. ഇതൊക്കെ കാണും, എല്ലാം ഉണ്ട്, എല്ലാം. അല്ലെങ്കിൽ TV വെച്ചാൽ മതി. അപരിമേയാം പ്രളയാന്താം ചിന്താം. അപരിമേയാം, അളക്കാൻ പറ്റാത്ത, പ്രളയാന്തം, ലോകാവസാനം വരെയുള്ള ചിന്താം, ചിന്തയെ ഉപാശ്രിതാഹ, ആശ്രയിച്ചിട്ടുള്ളവർ. അതായത് ഇവരുടെ ആഗ്രഹത്തിനൊരു അറുതി ഉണ്ടാവുമോ? ഇല്ല എന്ന് പറയാം. അത് പ്രളയം കഴിഞ്ഞാലും ഉണ്ടാവും. എന്താണ്? കാമോപഭോഗപരമാഹ, കാമാനുഭവം. അതേപോലെ തന്നെ അതാണ്, അതിൽ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല എന്ന് പറയാം. ഏതാവത് ഇത് നിശ്ചിതാഹ, ഇത്രത്തോളം തന്നെ എന്ന്, എല്ലാം ഇത്രയുള്ളൂ എന്ന് നിശ്ചിതാഹ, തീരുമാനിച്ചിട്ടുള്ളവരും. ആശാപാശ ശതൈഹി ബദ്ധാഹ, അനേകം ആഗ്രഹങ്ങളാകുന്ന പാശങ്ങൾ, ആശകളാകുന്ന കയറുകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരും. ഒരുപാട് കയറുകളുണ്ട് എന്ന് പറയാം. ആ കയറിനാൽ തലങ്ങും വിലങ്ങും ഇട്ടിരിക്കുക. ഒരു പശുവിനെ ഒരു 10-15 കയറുകൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ പശുവിന് സ്വയം മൃതിയടയാൻ
ആ കയറ് ധാരാളം 10 ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടാൽ മതി. അതിനെ എന്താ പറയാ, കുറച്ച് ഫ്രീ ആക്കി വിട്ടാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് അത് സ്വയം മൃതിയടയും. ഈ ഒരു കയറ് കാരണം. ഇങ്ങനെ ആഗ്രഹങ്ങളുടെ കയറിൽ പറയുന്നു, ഏതാവത് ഇതിന് ആശാപാശ ശതൈഹി ബദ്ധാ, അനേകം ആഗ്രഹങ്ങളുടെ കയറുകളാൽ ബന്ധിക്കപ്പെട്ടവരും കാമക്രോധ പരായണാഹ, കാമക്രോധ തൽപരരായിട്ടുള്ള ഏതേ ഇവർ കാമഭോഗാർത്ഥം, കാമാനുഭവത്തിനായിക്കൊണ്ട് അന്യായേന, അന്യായത്തിലൂടെ അർത്ഥസഞ്ചയാൻ, ധനത്തെ ഈഹന്തേ ആഗ്രഹിക്കുന്നു. അവർ കിമ്പളം ആഗ്രഹിക്കുന്നു. അന്യായേന. കാരണം ന്യായത്തിൽ നിന്നാൽ നടപ്പില്ല എന്നറിയാം. അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും അറിയില്ല, അല്ലേ? കൈക്കൂലി മേടിക്കാൻ പോലും അറിയില്ല. അങ്ങനെയുണ്ട്, അങ്ങനെ ആളുകൾ പറയും. അദ്ദേഹത്തിന് കൈക്കൂലി മേടിക്കാൻ ഒരാൾ പറഞ്ഞു, ഞാൻ സർവീസിലെ 10 പൈസ ഞാൻ ഒരാളോട് മേടിച്ചിട്ടില്ല. അപ്പൊ ഭാര്യ ഉടനെ പറയാ, അതിന് കൊടുക്കാൻ പറ്റിയ വകുപ്പായിരിക്കണ്ടേ? ഒരു ആളുമായിട്ട് ഒരു ബന്ധമുള്ള വകുപ്പായിരുന്നില്ല എന്ന് പറയാം. അങ്ങനെയുള്ള പല വകുപ്പുകളും ഉണ്ടല്ലോ. സ്വാമി, ഇങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചില കേന്ദ്രങ്ങളുണ്ട്. സ്വാമിയെ വിസ്തരിക്കുന്നില്ല. കാരണം ചെക്ക് പോസ്റ്റിൽ അത്രയും സാലറിയാണ്. എന്താ? അന്യായേന അർത്ഥസഞ്ചയാൻ ഈഹന്തേ, അന്യായത്തിലൂടെ അവരങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ എന്താ? അവർക്ക് പറഞ്ഞല്ലോ, തലയ്ക്ക് പിടിച്ചിരിക്കുക. ആരെയാണ് അവർ നഷ്ടപ്പെടുത്തുന്നതെന്ന് അവർക്കറിയില്ല എന്ന് പറയാം. അവരെ തന്നെ. അന്യായേന അർത്ഥസഞ്ചയാൻ ഈഹന്തേ, അന്യായത്തിലൂടെ അവരങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ എന്താ? അവർക്ക് പറഞ്ഞല്ലോ, തലയ്ക്ക് പിടിച്ചിരിക്കുക. ആരെയാണ് അവർ നഷ്ടപ്പെടുത്തുന്നതെന്ന് അവർക്കറിയില്ല എന്ന് പറയാം. അവരെ തന്നെ. വളരെ പണ്ടുള്ള ഒരു കഥയുണ്ട്. വളരെ രസമായിട്ടുള്ള ഒരു കഥയാണ്. 3 എലികളുടെ കഥയാണ്. പണ്ട് രാജകൊട്ടാരത്തില് രാജാവ് ഒരു സൽക്കാരം നടത്തി. അപ്പൊ ഈ സൽക്കാരത്തിൽ മദ്യം ആവശ്യത്തിലധികം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മദ്യമൊക്കെ കഴിച്ചു, എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഈ മദ്യശാല, അതായത് അവിടെ തന്നെയുള്ള ഒരു മദ്യശാല എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയാം. ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവേ, കഥയാണ്. അതുകൊണ്ട് അതങ്ങനെ, അത് പിന്നെ രാവിലെ ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ള ധാരണയിൽ രാത്രി എല്ലാവരും പോയി, ജോലിക്കാരൊക്കെ നാളെ പിറ്റേന്ന് വന്ന് ചെയ്യാം എന്നുള്ള, അവരും കുറച്ച് ഇതൊക്കെ കിട്ടി പൂസായി അവരും കടന്നുറങ്ങി. അങ്ങനെ അവിടെയുള്ള കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ താഴെ വീണ് കിടക്കുന്നതിന് കടല, അത് ഇതുമൊക്കെ, അതൊക്കെ പെറുക്കാനായിട്ട് 3 എലികൾ വന്നു. അങ്ങനെ ഇത് പെറുക്കുന്ന കൂട്ടത്തില് ഏതോ ഒരാള് കുടിക്കുന്ന സമയത്ത് തട്ടി മറിഞ്ഞു വീണ കുറച്ച് വിസ്കി ഉണ്ടായിരുന്നു. എന്തോ സ്വാമിക്ക് അറിയുന്ന പേര് പറഞ്ഞതാണ്. അത് ഇതായിരുന്നു, എന്താ ഉറപ്പ് എന്ന് എഴുതി ചോദിക്കരുത്. മദ്യം, അത്രേ പറയാം. അങ്ങനെ വീണ കുറച്ചുണ്ട മദ്യം ഉണ്ടായിരുന്നു. ഇത് 3ഉം കുറച്ച് കുടിച്ചു. നല്ല രസം തോന്നി. ഇതുവരെ കിട്ടിയിട്ടില്ല ജീവിതത്തിൽ. ഭയങ്കര രസമായി. മുഴുവൻ വലിച്ചു കുടിച്ചു 3 ആളും. പിന്നെ അവരുടെ ഡിസ്കഷനാണ്. ഒന്നാമത്തെ എലി പറഞ്ഞു, ഈ രാജാവ് ശരിയില്ല, ഞാനിപ്പോ തന്നെ അന്തഃപുരത്തിലേക്ക് പോയിട്ട് അവനെ ഞാൻ ശരിയാക്കുന്നു. അപ്പൊ രണ്ടാമനെ ഒന്ന് തല കുടഞ്ഞിട്ട് പറഞ്ഞു, എന്റെ നോട്ടം മന്ത്രിയാണ്,
അവനാണ് ശരിയില്ലാത്തത്. അപ്പൊ മൂന്നാമൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്തൊക്കെയോ വിഡ്ഢിത്തരം പറയണം, എനിക്കിതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഈ തട്ടുംപുറത്തേക്ക് പോവാണ്, അവിടെ പൂച്ചയുണ്ട്, പൂച്ചയായിട്ട് ഞാൻ കെട്ടിമറിഞ്ഞു കളിക്കുന്നു പറയുന്നു. ഇതുപോലെയാണ് അത്ര ഇവർ. ഒരെലി പൂച്ചയുമായിട്ട് മല്ലിടാൻ പോകുന്നത് പോലെയാണ് ഇവരെ സ്വയം നശിപ്പിക്കുന്നതെന്ന് പറയാം. ഈ കിമ്പളവും അതും ഇതുമൊക്കെ കുറെ അന്യായമായി മേടിച്ച് ഒരു ദിവസവും ഉറങ്ങാൻ പറ്റില്ല. ഒരു ഫോൺ അടിക്കുമ്പോൾ ഞെട്ടും, ആരാണ്? ഒരു ദിവസവും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. വീട്ടിലൊരു വണ്ടി വന്നു നിന്നാ സംശയമാണോ? ആരാണ്? ഏത് ടാക്സാണ്? ഇൻകം ടാക്സ് ആണോ? സെയിൽ ടാക്സ് ആണോ? അതാണോ ഇതാണോ? ഇനി ഒരുപാട് ധനം ഉണ്ടെങ്കിലോ അതൊന്നൊന്ന് ചെലവഴിച്ച് മോടി പിടിപ്പിക്കാൻ പറ്റുമോ? അതും വേണ്ട. അതുകൊണ്ട് എന്താ ചെയ്യുക? ബാങ്കിലിടാൻ പറ്റുമോ? അതും പറ്റില്ല. എന്നാ ശരി, ഭാര്യയോട് നീ ഇഷ്ടം പോലെ ചെലവായിക്കോ, അയ്യോ അത് വേണ്ട. എന്നാ കുട്ടിയേക്ക് കൊടുക്കുക, അതും പറ്റില്ല. എന്നാ സ്വന്തക്കാർക്ക് എന്നാ വാങ്ങുന്നത് നിർത്തിക്കൂടെ, അതുമില്ല. തന്നെ ഇങ്ങനെ കാർന്ന് തിന്നാണ്. പറയുന്നു എന്താണ്? കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ ഈഹന്തേ. അതുകൊണ്ട് ഇതാ അടുത്ത 3 ശ്ലോകത്തിൽ ഭഗവാൻ ഒന്നുകൂടെ വിസ്തരിക്കുന്നു. ഇതമദ്യ മയാ ലബ്ധം ഇമം പ്രാപ്തേ മനോരഥം ഇതമസ്തീദമപി മേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹതഃ ശത്രുഃ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖീ ആഢ്യോഭിജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാനവിമോഹിതാഃ. ലക്ഷണം ഭഗവാൻ വിസ്തരിക്കുന്നു. നോക്കാം. ഇതം അദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തി ഇതം അപി മേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹതഃ ശത്രുഃ ഹനിഷ്യേ ച അപരാൻ അപി ഈശ്വരഃ അഹം ഭോഗി സിദ്ധഃ അഹം ബലവാൻ സുഖി ആഢ്യോപി ജനവാൻ അസ്മി കഃ അന്യഃ അസ്തി സദൃശഃ മയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യ ഇതി അജ്ഞാനവിമോഹിതാഃ. ഗംഭീര വചനങ്ങളൊക്കെ മൂപ്പരുടെ സൂക്തങ്ങൾ ഭഗവാൻ പറയാം. എന്തൊക്കെയാണ് പറയുമ്പോ ഓർക്കുക, ആരാണിത്? എന്താ പറയണത്? ഇതം അദ്യമയാ ലബ്ധം, ഇത് ഇന്ന് എന്നാൽ കിട്ടി. ഇതാ ഞാൻ കൊണ്ടുവന്നത്, വെച്ചോ, ഞാൻ ചോദിക്കുമ്പോൾ തരണം എന്ന് പറഞ്ഞ് തരുമല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ ഓർത്തുകൊള്ളുക, ഇതാരാണ് പറയണത്? അസുരന. എനിക്കിന്ന് ഇത്രയൊക്കെ പറ്റിയുള്ളൂ എന്നുള്ളതല്ല, പിന്നെയോ എനിക്കെന്നുള്ളതല്ല. ഇവിടെ പറയണു ഇന്നിതാ മതിയോ? വേണമെങ്കിൽ പറയണം. ഇതാ ഇതം അദ്യമയാ ലബ്ധം ഇമം മനോരഥം പ്രാപ്സ്യേ. ഈ ആഗ്രഹത്തെ ഞാൻ പ്രാപിക്കും, സാധിക്കും. ഞാൻ വീട് വയ്ക്കും, എന്നിട്ട് ഞാനൊരു വീട്ടുകൂടൽ നടത്തും. നീ കണ്ടോ? അവനെ ഞാൻ വിളിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, ഇങ്ങനത്തെ മനോരഥം. എന്താ? അതാണ് അടുത്തത്. ഇമം മനോരഥം പ്രാപ്സ്യേ. ഈ മനോരഥത്തെ, ഈ സങ്കല്പത്തെ ഞാൻ, ആഗ്രഹത്തെ ഞാൻ സാധിക്കും. ഇതം മേ അസ്തി. എടോ എനിക്കിത്രയുണ്ട്, എനിക്കിത്ര സെന്റുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഏക്കറുണ്ട്, ഇന്ന വീടുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ എനിക്കുണ്ട്. ഇത് ഇവൻ പറയും. ഇതം മേ അസ്തി, എനിക്ക് ഇത്ര ഉണ്ട്. ഈ ഉള്ളതിനെ കുറിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ഇതം ധനം അതി പുനഃ മേ ഭവിഷ്യതി. ഇതൊക്കെ ഇനിയും ഉണ്ടാകും. ഞാൻ ഒരുപാട്
പല ഷെയർ മാർക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. പലതും കൂടും. റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അതിനും റബ്ബറിനൊക്കെ ഇപ്പം നല്ല വിലയാണ്, കൂടും. അതുകൊണ്ട് ഇതം ധനം അപി, ഈ ധനം ഇനിയും പുനഃ മേ ഭവിഷ്യത്, ഇത് ഇനിയും എനിക്ക് ഇതിന്റെ പലിശയൊക്കെ വരും. അതുകൊണ്ട് എനിക്ക് ഇത്രയുണ്ട്. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അതുകൊണ്ട് അസൗ ശത്രുമയാ ഹതഃ, എനിക്ക് തിരിഞ്ഞവനെയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്കോ ടീക് കർദോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ ഒന്ന് ശരിയാക്കാൻ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അസൗ ശത്രുമയാ ഹതഃ, അതാരായാലും കുഴപ്പമില്ല, എനിക്കെതിരെ വരുന്നവനെയൊക്കെ ഞാൻ ശരിയാക്കും. അപരാനപി ഹനിഷ്യെ, ഇനി ആരെങ്കിലുമൊക്കെ തലപൊക്കിയാൽ അവനെയും ഞാൻ ശരിയാക്കും. കാരണം എന്റെ കയ്യിൽ ധനമുണ്ട്, എന്റെ കയ്യിൽ ആളുകളുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്, ഒക്കെ ഉണ്ട്, ഞാൻ ശരിയാക്കും എന്ന് പറയാം. അപരാനപി ഹനിഷ്യേച്ച, ഞാൻ ഏത് ഈശ്വരൻ? അഹം ഈശ്വര, ഞാൻ തന്നെ ഈശ്വരൻ, വേറെ ഒരു ഈശ്വരനുമില്ല. അഹം ഈശ്വര. അഹം ഭോഗി, ഞാൻ സുഖിക്കും. ആരാണടാ ചോദിക്കാൻ? ഇവൻ പറയും അഹം ഭോഗി, നീ ആര്? ഇതാണ് അവനങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. സാറേ കുറച്ച് മുമ്പോട്ട്, ആനങ്ങില്ല എന്ന് പറയാം. പലതിലുണ്ടല്ലോ ആ ഒരു ഭോഗം. അതായത് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ താൻ അങ്ങോട്ട് എടുക്കുക, ഏത് കാര്യത്തിലും അതെല്ലായിടത്തും കാണാൻ പറ്റും എന്ന് പറയാം. അഹം ഭോഗി, അഹം സിദ്ധ, ഞാൻ സിദ്ധനാണ് എന്ന് പറഞ്ഞാൽ സിദ്ധിച്ചവൻ എന്നാണ്, മറ്റേ സിദ്ധൻ എന്നല്ല. അവനോടൊക്കെ ഇവന് പുച്ഛമാണ്. ഞാൻ തന്നെ എല്ലാം നേടിയവനാണ്. അഹം സിദ്ധ, ഞാൻ നേടിയവനാണ്. ബലവാൻ അഹം, ഞാൻ ബലവാനാണ്. ആഢ്യ, സമ്പന്നനാണ്. സുഖി, സുഖിമാനാണ്. അഭിജാൻ, അഭിജനവാൻ, ആഭിജാത്യമുള്ളവനുമാണ്. ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നത്. അറിയാമോ നിങ്ങൾക്ക്? എല്ലാവർക്കും വേണം, എന്റെ വകയാണ്. ഇന്ന ആളുകളുടെ ഗാനമേള, അത് സ്പോൺസർ ചെയ്ത ഞാനാ. അപ്പൊ അമ്പലക്കാരൊക്കെ എന്റേതാ, ഇവിടെ പറയാൻ പോണോ? അവരൊക്കെ എന്റെ കാൽ കീഴിലാണ്. മയാ സദൃശ അന്യ കഹ അസ്തി, എന്നോട് സമാനനായിട്ട് കഹ കഹ ആരുണ്ട്? കോന്യോസ്മി സദൃശാമയ, കഹ അസ്മി സദൃശാമയ, എനിക്ക് സദൃശനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മൂപ്പരുടേത് സാറിനെ പോലെ ഇവിടെ ഉണ്ടല്ലോ ഒരാൾ മതിയാണ്. മൂപ്പർ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ, എവിടെ നിങ്ങളുടെ ആ റെസിപ്റ്റ് ബുക്ക് കാണട്ടെ. അപ്പൊ ഇവരുടെ ഒരു സ്പെഷ്യൽ റെസിപ്റ്റ് ബുക്ക് ഉണ്ട്, ആരും ഇതുവരെ എഴുതാത്തത്, അതങ്ങോട്ട് കൊടുക്കും. അപ്പൊ അദ്ദേഹം എഴുതും ഏതായാലും. മയാ സദൃശ അന്യഹ കാസ്തി, അഹം യക്ഷ്യേ, ഞാൻ യജ്ഞം നടത്തും. കാരണം പല യജ്ഞം നടത്തുന്നത് എന്റെ ഔദാര്യം കൊണ്ടാണ്. അഹം യക്ഷ്യേ, അഹം ദാസ്യാമി, ഞാൻ ദാനം ചെയ്യും. അഹം മോദിഷ്യേ, ഞാൻ ആനന്ദിക്കും. ഇതി അജ്ഞാന വിമോഹിതാഹ, ഇങ്ങനെ അറിവ് കെട്ടവർ ധരിക്കുന്നു. ഭഗവാൻ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മൾ കാണും സമൂഹത്തിൽ. കുറെ കാശ് കൈക്കൂലി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചിട്ട് കുറച്ച് അമ്പലത്തിൽ കൊടിമരം സ്വർണം പൊതിയാനും എവിടെയെങ്കിലുമൊക്കെ യജ്ഞം നടക്കുമ്പം അഹം യജമാനഹ, ക്ഷമിക്കണേ, അത് വേണമെങ്കിൽ ചാപ്റ്ററോ ദിവസോ എങ്ങനെ വേണമെങ്കിലും പറയാം. സ്വാമി, യജ്ഞമൊക്കെ കഴിയാറായപ്പം അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് ഒരിക്കൽ. അതുകൊണ്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി സ്റ്റേജിൽ വിളിച്ച് ഈ തരുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അത് ഒഴിവാക്കണം എന്നൊക്കെ. നമ്മളവര് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേദിയിൽ വന്ന് ഇത് മേടിക്കുന്നത് ഒരിക്കലും അത് അവരുടെ ഒരു താഴ്മയായിട്ടുള്ള ഒരു അപേക്ഷ, ഒരു അഹങ്കാരം വേണ്ട, ആളുകൾ കാണണ്ടാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അത് ഇതൊരു സത്കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ ആരെയും അടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ചെയ്തു എന്നുള്ളത് മാതൃകയാണ് മറ്റു പലർക്കും. പക്ഷെ
ഞാനാണ് ഇന്നത്തെ യജമാനൻ, അത് വേണ്ട. കാരണം നാളെ യജമാനൻ വേറെയാണ്. അതുകൊണ്ട് അഹം യക്ഷ്യേ അഹം ദാസ്യാമി അഹം മോദിഷ്യേ ഇതി അജ്ഞാന വിമോഹിത. തുടർന്ന് അനേകചിത്ത വിഭ്രാന്താഃ മോഹജാല സമാവൃതാഃ പ്രസക്താഃ കാമഭോഗേഷു പതന്തി നരകേഷു ച. അനേകചിത്ത വിഭ്രാന്താഃ മോഹജാല സമാവൃതാഃ പ്രസക്താഃ കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. പറയുന്നു, തേ അവർ ആസുര ബുദ്ധിയാർന്ന അവര് അനേകചിത്ത വിഭ്രാന്താഹ, അവരുടെ മനസ്സ് പല വ്യാപാരങ്ങളിലാണ്. മനസ്സിനൊരു ശാന്തിയും കിട്ടുന്നില്ല എന്ന് പറയും. എവിടെ നോക്കിയാലും കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ അത് പ്രശ്നം, ഭാര്യയുടെ കാര്യം അത് വേറെ, അവരുടെ വീട്ടുകാരുടേത് അതെ, വീട്ടിലെ വേലക്കാരനോ അത് അതിലേറെ കഷ്ടം. എന്നാ ഒരു വളർത്തുനായ പോലും അതും എന്നെ നോക്കി കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശ്നോപനിഷത്ത് മേടിച്ചു കൊണ്ടുപോയത് എന്ന് പറയാം. അനേക ചിത്ത വിഭ്രാന്താഹ, പല കാര്യങ്ങളിലും മനസ്സ് പതിച്ചവരായി, പതറിയവരായി, മോഹജാല സമാവൃതാഹ. മോഹജാലം, മോഹജാലം ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കൂ, ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്ന തെറ്റിദ്ധാരണയാകുന്ന വലയിൽ, ജാലം എന്ന് പറഞ്ഞ വല എന്നാ, ആ വലയിൽ അങ്ങനെ കുടുങ്ങിയിരിക്കുക. ആവൃതാഹ, അതിൽ കുടുങ്ങി, തെറ്റിദ്ധാരണയാകുന്ന വലയിൽ അവർ വീണിരിക്കുന്നു. കാമഭോഗേഷു, ഇന്ദ്രിയ സുഖാനുഭവങ്ങളില് പ്രസക്താഹ, അതിൽ പറ്റിക്കൂടിയവരായിട്ട് അശുചൗ, അശുചൗ എന്ന് പറഞ്ഞാൽ വൃത്തികേടായിട്ടുള്ള നിന്ദ്യമായ നരകേ, നരകത്തിൽ. നരകം എന്ന് പറഞ്ഞാല് നരാഹ കായന്തി അത്ര ഇതി നരകഃ. നരാഹ, നരന്മാർ. നരന്മാർ എന്ന് പറഞ്ഞാൽ നേതൃഗുണമാർന്ന നമ്മളൊക്കെ. നരാഹ കായന്തി, ഇവിടെ നിലവിളിക്കുന്നു. നരന്മാർ നിലവിളിക്കുന്ന ഇടമേതോ അതാണ് നരകം. അത് പലപ്പോഴും നഗരാവാറുണ്ട്. അതെ, അത് നരകം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അന്യമായി ഏതെങ്കിലും ഒരു ഗോളമല്ല. എവിടെയാണോ നരന് വേദന അനുഭവിക്കുന്നത് അതാണ് നരകം. നരന്റെ വേദന, നരന്റെ വേദന എന്ന് പറഞ്ഞാൽ നാരിയുടെയും പെടുമെന്ന് പറയാം. നരനും നാരിയും എവിടെ ദുഃഖം അനുഭവിക്കുന്നുവോ ആ ഇടം നരകം എന്ന് പറയാം. അപ്പം നരകേ പതന്തി, അവർ അതിൽ വീഴുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവ മണ്ഡലം ഇതാണ്. എന്ത് ചെയ്തിട്ടും ഒരു സമാധാനമില്ല. ജ്യോത്സ്യരെ കണ്ടു, ജ്യോത്സ്യര് പറഞ്ഞു ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും. എന്നാ ശരി, തീരണ്ടേ, തീരുന്നില്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക? അങ്ങനെ പോകുന്നു. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് കരുതി അങ്ങനെ പോകുന്നു. ഒരിക്കലും ഈ വഴിയിൽ വരുന്നില്ല എന്ന് പറയാം. എന്നാണോ ഇവിടേക്ക് തിരിയുന്നത് അന്ന് മാത്രമേ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിവർത്തിക്കാൻ പറ്റുള്ളൂ. തുടർന്ന് ആത്മസംഭാവിതാസ്തബ്ധാഃ ധനമാനമദാന്വിതാഃ യജന്തെ നാമ യജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം. ആത്മസംഭാവിതാഃ സ്തബ്ധാഃ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈഃ തേ ദംഭേന അവിധിപൂർവകം. ആത്മസംഭാവിതാഃ, തന്നെത്താൻ മാനിക്കപ്പെട്ടവരായിട്ടുള്ള, തനിയെ താൻ യോഗ്യനാണെന്ന് താൻ അങ്ങോട്ട് കരുതുക. മറ്റുള്ളവർ പറയണ്ടേ, അതില്ല എന്ന് പറയാം. താൻ തന്നെ സ്വയം. അങ്ങനെ സ്തബ്ധാഹ, സ്തബ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വഴക്കമില്ല എന്ന് പറയാം. ഒരു എന്താ നമ്മൾ പറയല്ലോ, ഒരു വഴക്കമില്ലാത്ത ഒരാള് എന്ന് പറയില്ലേ, സ്തബ്ധ. ഒരു ഉറച്ചു നിൽക്കുക, അനങ്ങില്ല. ധനമാനമദാന്വിതാഹ, ധനം കൊണ്ടുണ്ടായിട്ടുള്ളത്, അതുപോലെ ആളുകളുണ്ട് കുറച്ച് പിറകില്, ഇങ്ങനെയൊക്കെ ഉള്ള അതങ്ങോട്ട് വരുമ്പോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആളെ. അവർ ദമ്പേന, ദമ്പം ഹേതുവായിട്ട് അവിധിപൂർവകം, വിധിപ്രകാരമല്ലാത്ത നാമയജ്ഞൈഹി, നാമയജ്ഞം എന്ന് പറഞ്ഞാൽ പേരിന് യജ്ഞം,
പേരിന് മാത്രമുള്ള യജ്ഞങ്ങളൊക്കെ യജന്തെ ചെയ്യുന്നു. പേരിനെല്ലാം അവർ കാട്ടിക്കൂട്ടുന്നു പറയും. അപ്പൊ പേരിന് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ എന്നിട്ട് പറയും ഇവർ വളരെ ഭക്തന്മാരൊക്കെയാണ് കേട്ടോ. അപ്പൊ ഭഗവാൻ അതും പറയും. അഹംകാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം ആത്മപരദേഹേഷു പ്രദ്വിഷന്തഃ അഭ്യസൂയകാഃ. അഹങ്കാരം ബലം ദർപ്പം, അഹങ്കാരത്തെയും ബലം ബലത്തെയും ദർപ്പം ദർപ്പത്തെയും. ദർപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം നിസ്സാരം. ഒരാളും ഇവന് സദൃശനായിട്ട് അല്ലെങ്കിൽ ആരും പ്രാധാന്യം അർഹിക്കുന്നില്ല. ഇവനാണ് കേമൻ എന്ന് പറയാം. മറ്റുള്ളവർക്ക് നിസ്സാരം. എന്തു ചില്ലറ കൊടുത്ത് ഒതുക്കി വയ്ക്കുന്ന പറയുന്നത്. എന്ത് പ്രശ്നം വരുമ്പോഴും ചില്ലറ കൊടുത്ത് ഒതുക്കുക. അത് എന്താ വേണ്ടത്? പ്രശ്നം തീർന്നില്ലേ എന്നാണ്. കാരണം കാശിലാണ് അവനെല്ലാം കാണുന്നത്. എന്താ പോരെ, വേണ്ട എന്താ വെച്ചാൽ കൊടുക്കൂ, കൊടുത്തേക്ക്, തീർക്കൂ, എനിക്കതൊന്നും പറ്റില്ല, തീർക്കൂ വേഗം. അങ്ങനെ ആ ദർപ്പം. കാമം ക്രോധം ച ആശ്രിതാഹ. കാമം വിഷയസുഖങ്ങള്, ക്രോധം ആശ്രിതാഹ. ഇതിനെയാണ് അവനെ ആശ്രയിച്ചിരിക്കുന്നത്. അഭ്യസൂയകാഹ, അസൂയാലുക്കളായിട്ടുള്ള തേ അവർ ആത്മപരദേഹേഷു. ഭഗവാൻ പറയുന്നു ആത്മ തന്റെയും പര അന്യന്റെയും ദേഹേഷു ദേഹങ്ങളെ മാം എന്നെ തന്നെ പരമാത്മാവിനെ തന്നെ പ്രദ്വിഷന്തഃ വിദ്വേഷിക്കുന്നവരായി ഭവന്തി തീരുന്നു. അവനെ തന്നെ വിദ്വേഷിക്കുന്നവനാണ്. കഴിഞ്ഞ ദിവസം മൃത്യുഞ്ജയ മഹാമന്ത്രത്തെക്കുറിച്ച് പറയുണ്ടായി. ആ സമയം അതിന്റെ സ്വാമി അതിന് വേണ്ടത്ര എന്താണ് മൃത്യുഞ്ജയം ജപിക്കണോ അതോ വേണോ വേണ്ടേ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒന്ന് രണ്ട് പേര് സംശയം പറയുണ്ടായി. അങ്ങനെ സ്വാമി ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ പറയുന്നതിന് നമ്മുടെ കൂടെ വരണം. ഇവിടുന്നൊക്കെ സ്വാമി തന്നെ എന്തെങ്കിലും പറയുന്ന കമന്റ്സിലൊക്കെ നിങ്ങൾ കയറി പിടിച്ചിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഡിസ്കഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കാണ് നഷ്ടം. സ്വാമി ഇതും പറഞ്ഞ് സ്വാമി ഇറങ്ങി അങ്ങോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ശാസ്ത്രം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കുള്ളതാണ്. നമ്മളിത് വെച്ച് വേറൊരാളെ നോക്കാൻ നിൽക്കരുത്. നമ്മുടെ ചില പരാമർശങ്ങളൊക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ യജമാനനെ കുറിച്ച് പറഞ്ഞത് ചിലർക്ക് വലിയൊരു ഡിസ്കഷനായിരുന്നു. ഡിസ്കഷന് കാരണം അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേ സമയത്ത് ആർക്കെങ്കിലും എന്നാ ശരി ഞാനും ആയിക്കളയാം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ സ്വാമി എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് പറയുന്നതിൽ വേദന ഉണ്ടാക്കുന്നുവെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കാരണം ശാസ്ത്രം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണത്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സത്കാര്യത്തിന് നിങ്ങൾ ചെലവഴിക്കുന്ന ധനം, നമ്മളെപ്പോഴും ഉപനിഷത്തിനെ ഉദ്ധരിച്ചാ പറയാറ്, ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര. ചെയ്തതിനെ സ്മരിക്കൂ, ചെയ്തതിനെ സ്മരിക്കൂ, ചെയ്തതിനെ വീണ്ടും വീണ്ടും സ്മരിക്കൂ. തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചിരിക്കുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങളതിനെ ഊതിപ്പെരുപ്പിച്ചിട്ട് നമ്മളെയാ പറഞ്ഞേ സ്വാമി പറയാവോ അങ്ങനെ? എത്രയായാലും നന്നായി ഞാൻ അധ്യായ യജമാനാവാൻ. അതുകൊണ്ട് അത്തരത്തിലുള്ളതൊക്കെ ഉപേക്ഷിക്കൂ എന്ന് പറയാം. നമുക്ക് വളരണ്ടേ എന്ന് ചോദിക്കുക. ഇപ്പോഴും ഈ ചളിയിൽ കിടന്നാൽ മതിയോ? അപ്പം ഇവിടെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഇനി ഒരു റിവിഷനും കൂടെയാണ് വരാൻ പോകുന്നത്. അപ്പൊ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ളതൊന്നും ആവരുത്. നമുക്ക് മുറ ആവാം, അരിപ്പയാവാം. ചോയ്സ് ഈസ് യുവേഴ്സ്. ഞാൻ ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്.
രാമകൃഷ്ണദേവൻ പറയുന്നില്ലേ, എന്താണ് അവ മുറ എന്താ ചെയ്യുന്നത്? നല്ലതിനെ സൂക്ഷിക്കുന്നു. അത് സ്വാമി പറഞ്ഞാലും ദൈവം തമ്പുരാൻ പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമല്ലാത്തതിനെ ഉപേക്ഷിക്കണം. സ്വാമിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും നിൽക്കണ്ട. അതിനെ നിങ്ങൾക്ക് നിശിതമായി വിമർശിക്കാം. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പരാമർശങ്ങൾ അനാവശ്യമായത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. കാരണം നിങ്ങളെപ്പോലെയൊക്കെ ഒരാൾ തന്നെയാണല്ലോ നമ്മൾ. കുപ്പായത്തിന്റെ ഒരു നിറവ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ അരിപ്പയാകാതിരിക്കും. അരിപ്പ ചെയ്യുന്നത് എന്താണ്? നല്ലതിനെ മുഴുവൻ, ഗീത മുഴുവൻ അരിപ്പയിലൂടെ വിട്ടു, എന്നിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുക. ഇത് അങ്ങനത്തെ പുഴുവും കേടുപാടുകളൊക്കെ. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ. ശരി, മൃത്യുഞ്ജയ മഹാമന്ത്രം കാര്യം വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് ജപിക്കാമോ എന്ന് ചോദിച്ചാൽ ജപിക്കാം എന്നാണ് സ്വാമി പറഞ്ഞത്. ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഏതെങ്കിലും ഒരു പുരോഹിതനെ വിളിച്ചുകൊണ്ടുവന്ന് ഇഷ്ടിക നിരത്തിയിട്ട് എന്നാ ഇയാൾ ഇന്ന് വേഗം കൊന്നു തരൂ എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഹോമമല്ല. മൂപ്പരൊന്ന് വേഗം പോയി കിട്ടട്ടെ, ആ മത്തന്ന് വള്ളി അറ്റു പോകുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുപോലെ ഇങ്ങോട്ട് വിട്ടോട്ടെ, അദ്ദേഹത്തിന്റെ വായു അങ്ങനെ അങ്ങോട്ട് പോട്ടെ, അതിനു വേണ്ടിയുള്ളതല്ല. പിന്നെയോ മർത്യൻ അമർത്യനാകാൻ അവന് നേരത്തെ കാലത്തെ അറിയാനുള്ളതാണ്. ത്രയംബകം വിസ്തരിച്ചതാണ്. 3 കണ്ണുകൾ. എന്താണ് 3 കണ്ണ് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ത്രയംബകം യജാമഹേ വയം യജാമഹേ, ഞങ്ങൾ അങ്ങയെ യജിക്കുന്നു, പൂജിക്കുന്നു. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം, അങ്ങയുടെ സുഗന്ധം അങ്ങ് എന്തൊക്കെ തരുന്നുവോ ഈ ലോകത്തിൽ നിന്ന് തരുന്നതെല്ലാം ഞങ്ങളുടെ പുഷ്ടിയെ വർദ്ധിപ്പിക്കാൻ പോകുന്നതാണ്. എല്ലാം തന്നെ, പ്രാണൻ ഉൾപ്പെടെ ജലം എല്ലാം. സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോഹോ മുക്ഷീയ. ഉർവാരുകം പറഞ്ഞു മാതളമത്തൻ. അതിന്റെ വള്ളിയിൽ നിന്ന് എങ്ങനെയാണ് വിടുന്നത്? പ്രപഞ്ചത്തിൽ നിന്ന് നാം എല്ലാ അനുഭവങ്ങളെയും അനുഭവിച്ച് ഒരു പാകത വന്ന് ആ പാകതയിൽ നിന്ന് എന്ത് വേണം? ഇതിൽ നിന്ന് വിടണം. മാ അമൃതാത്, അമൃതത്തിൽ നിന്ന് വിടരുതെന്ന. ഇതാണ് ഒന്ന് സംശയം, എന്താ പറയാ, തീർന്നില്ല എന്ന് പറഞ്ഞത്. മുക്ഷീയ മാം അമൃതാത്, മാ അമൃതാത്, അമൃതാത് മാ, അമൃതത്വത്തിൽ നിന്ന് എന്നെ വിടുവിക്കരുത്. പിന്നെയോ മൃത്യുവിൽ നിന്ന് എന്നെ വിടുവിക്കണം. മുൻപ് പറഞ്ഞ 2 പൂട്ടുകളെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 2 പൂട്ടുകളുണ്ട്. ഒന്ന് അകത്തുനിന്ന് പൂട്ടാം, ഒന്ന് പുറത്തുനിന്ന് പൂട്ടാം. അകത്തിലെ പൂട്ടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യില. പുറത്തുള്ളതോ വേറെ ആരുടെയാണ്? പുറത്തുള്ള പൂട്ടാണ് മൃത്യു എന്ന് പറയാ. എന്നിട്ടോ അകത്തുള്ള പൂട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ്, അമൃതം. അത് നമ്മൾ തന്നെ 2 ബന്ധനമാണ്. ഒരു ജീവന് 2 ബന്ധനമുണ്ട് അത്ര. എന്താണ്? ഒന്ന് മൃത്യുബന്ധനവും ഒന്ന് അമൃതബന്ധനവും. അമൃതം പറയാൻ വേണ്ടി മാത്രം പറയുന്നു എന്നേ ഉള്ളൂ ഈ വാക്ക്. അപ്പൊ മൃത്യുവുമായുള്ള ബന്ധത്തെ വിച്ഛേദിച്ച് എനിക്ക് എന്ത് വേണം? അമൃതവുമായിട്ടുള്ള ബന്ധം വേണം. ഇപ്പം എനിക്ക് ഈ അമൃതവുമായിട്ടുള്ള ബന്ധം എന്നിൽ വിട്ടിരിക്കുകയാണ്. ഉപനിഷത്ത് ശാന്തി മന്ത്രത്തിൽ ഇതിനെ വേറൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമതോ ബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത്. ബ്രഹ്മത്തെ ഞാൻ നിരാകരിക്കാതിരിക്കട്ടെ, ബ്രഹ്മം എന്നെ നിരാകരിക്കാതിരിക്കട്ടെ. അതിന്റെ വേറൊരു വശമാണിത്. അമൃതത്വത്തിൽ നിന്ന് ഞാൻ വിടാതിരിക്കട്ടെ, അതുമായിട്ട് എനിക്ക് ചേർച്ച വേണം. എപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് വിടുക? നശ്വരമായത് ശാശ്വതമാണെന്ന് കരുതുമ്പോൾ. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും സത്യമെന്ന് കരുതുമ്പോൾ ഞാൻ എന്തായി? മൃത്യുവിന്റെ പിടിയിലായി. അപ്പൊ ഞാൻ അമൃതത്വത്തിൽ നിന്ന് വിട്ടു. അതുകൊണ്ട് പറയുന്നു, മൃത്യുവിൽ നിന്ന് എന്നെ വിടിയിച്ച് അമൃതത്വത്തിൽ നിലനിർത്തൂ. ക്ലിയർ? ഇതാണ് മൃത്യുഞ്ജയ മഹാമന്ത്രത്തിന്റെ താത്പര്യം. അതുകൊണ്ട് ഇത് മരണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? അല്ലെങ്കിൽ പ്രായമായി അസുഖമായി ഇങ്ങനെ വേഞ്ഞു വലിക്കുമ്പോ എന്നാ ശരി ഇതങ്ങോട്ട് തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ ഇത് ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്നൊന്നുമില്ല എന്ന് പറയാം.
അതുകൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ, മൃത്യുഞ്ജയ മഹാമന്ത്രം, അതുപോലെ ഗായത്രി, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. ശരി, ഭഗവാൻ ആസുരികമായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു. അഹങ്കാരം ബലം ദർപ്പം, അഹങ്കാരത്തെയും ബലം ബലത്തെയും ദർപ്പം ദർപ്പത്തെയും. ദർപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം നിസ്സാരം, ഒരാളും ഇവന് സദൃശനായിട്ട്, അല്ലെങ്കിൽ ആരും പ്രാധാന്യം അർഹിക്കുന്നില്ല, ഇവനാണ് കേമൻ എന്ന് പറയാം. മറ്റുള്ളവർക്ക് നിസ്സാരം, എന്തു ചില്ലറ കൊടുത്ത് ഒതുക്കി വയ്ക്കുന്ന പറയുന്നത്. എന്ത് പ്രശ്നം വരുമ്പോഴും ചില്ലറ കൊടുത്ത് ഒതുക്കുക. അത് എന്താ വേണ്ടത്? പ്രശ്നം തീർന്നില്ലേ എന്നാണ്. കാരണം കാശിലാണ് അവനെല്ലാം കാണുന്നത്. എന്താ പോരെ, വേണ്ട, എന്താ വെച്ചാൽ കൊടുക്കൂ, കൊടുത്തേക്ക്, തീർക്കൂ, എനിക്കതൊന്നും പറ്റില്ല, തീർക്കൂ വേഗം. അങ്ങനെ ആ ദർപ്പം, കാമം ക്രോധം ച ആശ്രിതാഹ. കാമം വിഷയസുഖങ്ങള്, ക്രോധം ആശ്രിതാഹ, ഇതിനെയാണ് അവനെ ആശ്രയിച്ചിരിക്കുന്നത്. അഭ്യസൂയകാഹ, അസൂയാലുക്കളായിട്ടുള്ള തേ അവർ ആത്മപരദേഹേഷു. ഭഗവാൻ പറയുന്നു, ആത്മ തന്റെയും പര അന്യന്റെയും ദേഹേഷു ദേഹങ്ങളെ, മാം എന്നെ തന്നെ, പരമാത്മാവിനെ തന്നെ, പ്രദ്വിഷന്തഃ വിദ്വേഷിക്കുന്നവരായി ഭവന്തി തീരുന്നു. അവനെ തന്നെ വിദ്വേഷിക്കുന്നവനാണ്. അതുകൊണ്ട് അവനറിയുന്നില്ല അവന്റെ മഹത്വം. അവനെങ്ങനെയാണ് അവനെ നിന്ദിക്കുന്നത് എന്ന് അവനറിയുന്നില്ല. തുടർന്ന് താനഹം ദ്വിഷതഃ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷ്വേവ യോനിഷു. താൻ അഹം ദ്വിഷതഃ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷു ഏവ യോനിഷു. ദ്വിഷതഃ ദ്വേഷിക്കുന്നവരായിട്ട്, ഈ എന്തൊക്കെയാണോ ഭഗവാൻ ഇതുവരെ പറഞ്ഞത് ആ പ്രകാരത്തിലൊക്കെ ദ്വേഷിക്കുന്നവരായി, ക്രൂരാൻ അശുഭാൻ നരാധമാൻ, ക്രൂരാൻ നിർദ്ദയരായി, ഒന്നിനോടും ഒരു കാരുണ്യമോ ദയയോ കൂടാതെ, അശുഭാൻ അശുഭങ്ങളായ വൃത്തിഹീനങ്ങളായിട്ടുള്ള, നരാധമാൻ മനുഷ്യാധമന്മാരായിട്ടുള്ള, താൻ അവര് സംസാരേഷു, സംസാരം എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തില് ആസുരീഷു യോനിഷു ഏവ, ആസുരികളായിട്ടുള്ള, ആസുരമാർന്ന ഭാവത്തെ സ്വീകരിച്ചിട്ടുള്ള യോനിഷു, യോനികളിൽ തന്നെ, ഏവ അതിൽ തന്നെ, അഹം ഞാൻ, അജസ്രം എന്നേക്കുമായിട്ട്, ക്ഷിപാമി തള്ളിയിടുന്നു, ക്ഷേപിക്കുന്നു. എന്നെ അവർ നിക്ഷേപിക്കുന്നു. എങ്ങനെ? ഇങ്ങനെയുള്ളടത്ത്. നല്ല ക്രിസ്റ്റലില് അകത്തിരിക്കുന്നത് സയനൈഡ് എന്ന് പറയില്ലേ, ഇതുപോലെ അങ്ങനെ നിക്ഷേപിച്ചിരിക്കണം. എന്താ ചെയ്യുക? ഭഗവാൻ പറയുന്നു, എന്നെ ഇവരങ്ങനെ തളച്ചിരിക്കുന്നു. ഞാൻ എന്നെ ഇവരാൽ ഞാൻ അടിമപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിസ്സഹായനായിട്ടിരിക്കുന്നു. ഇത് നമ്മളെ, ഭഗവാൻ ഇങ്ങനെ നിസ്സഹായനൊന്നുമല്ല, പക്ഷെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ആ ഉള്ളിലെ സത്ത എപ്രകാരം മറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ആ തടവറയിൽ നിന്ന് നാം അതിജീവിക്കേണ്ടതുണ്ട് എന്ന് പറയാം. ചക്രവർത്തി ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ബോധിധർമ്മനോട് മനഃശാന്തി വേണമെന്ന് പറയുന്നുണ്ട്. മനസ്സിന് ശാന്തിയില്ല, മനഃശാന്തി വേണമെന്ന് പറയും. അപ്പം ബോധിധർമ്മൻ അദ്ദേഹത്തിനോട് പറയും, ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വരും, നാളെ രാവിലെ വരുമ്പം മനസ്സും കൂടെ കൊണ്ടുവരണം. അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. ഏതായാലും പോയിക്കോളാൻ പറഞ്ഞു. പോയി രാത്രി കിടന്നുറങ്ങുമ്പം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ ഇയാൾ പറഞ്ഞു? ഇയാളൊരു ഭ്രാന്തനാണെന്ന് പറയാം. മനസ്സങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്, ഒന്നാണ്. പക്ഷെ എന്തോ സംഭവമുണ്ട്. അങ്ങനെ ചെന്നു. ബോധിധർമ്മൻ ഇത് തന്നെ പറഞ്ഞു. എവിടെ മനസ്സ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോ ഇദ്ദേഹം ചക്രവർത്തി വെച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരാ പറയണത്?
മനസ്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണോ? മനസ്സ് എന്റെ ഉള്ളിൽ തന്നെയല്ലേ? അപ്പൊ ഒന്നാമത്തെ പാഠം പഠിച്ചു. മനസ്സ് ഉള്ളിലാണല്ലോ. അതെ, മനസ്സുള്ളിൽ തന്നെയാണ്. എന്നാ ശരി, ഒരു കാര്യം ചെയ്യൂ, കണ്ണടയ്ക്കൂ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നോളാം. കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുക, മനസ്സിനെ നോക്കുക. എന്നിട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറയാ, ഞാൻ ശാന്തി ഉണ്ടാക്കി തരാം. ഇത്രയേ പറഞ്ഞുള്ളൂ. പക്ഷെ ചക്രവർത്തി ഇരുന്നു, ഉള്ളിലേക്ക് നോക്കി, കണ്ടെത്തി. പിന്നെ ബോധിധർമ്മന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളെ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ എന്നിട്ട് മനസ്സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓടി നടക്കുക, ഇങ്ങനെ ഓരോന്ന് ചെയ്യുക, ഓരോരുത്തരെ വകവരുത്തുക, നാളെ ചിലരെ വകവരുത്താനുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. തുടർന്ന് ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്തേയ തതോ യാന്ത്യധമാം ഗതിം. ആസുരീം യോനിം ആപന്നാഹ മൂഢാഹ ജന്മനി ജന്മനി മാം അപ്രാപ്യ ഏവ കൗന്തേയ തതഃ യാന്തി അധമാം ഗതിം. എന്താ സംഭവിക്കുന്നത്? അർജുന, ഹേ കൗന്തേയ, ആസുരീം യോനിം ആപന്നാഹ, ആസുരമായ യോനിയെ പ്രാപിച്ചിട്ടുള്ള, തേ മൂഢാഹ, ആ മൂഢന്മാർ, അജ്ഞാനികള്, മാം അപ്രാപ്യേവ, എന്നെ പ്രാപിക്കാതെ തന്നെ, അവരെന്നെ അറിയുന്ന പോലും ഇല്ല എന്ന് പറയാം. പ്രാപിക്കാന്ന് പറഞ്ഞാൽ അറിയാന്നുള്ളതാണ്. അതുപോലും ചെയ്യാതെ ജന്മനി ജന്മനി, ജന്മങ്ങൾ തോറും എന്ത് ചെയ്യുന്നു? തതഃ അധമാം, അതിനേക്കാൾ താഴ്ന്ന ഗതിം യാന്തി, ഗതിയെ പ്രാപിക്കുന്നു. അപ്പൊ ഇവനിങ്ങനെ പ്രമോഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. അപ്പൊ ഈ ജന്മത്തിൽ ഒരു മൂടൻ, തരക്കേടില്ലാത്ത മൂടത്തരത്തിൽ 1 ഡിഗ്രിയേ ഉള്ളൂ. അടുത്തതിൽ ഒരു 5 ഡിഗ്രിയുള്ള ആളുടെ മോനായിട്ട് ജനിക്കും. പിന്നെ ഇവൻ അതിലും വലിയ മൂടനാവും. ഇങ്ങനെ ജന്മനി ജന്മനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഇത് എവിടേക്കായി പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? സ്വാമി അതൊന്ന് പറഞ്ഞു തരുമോ? ഈ ജന്മനി ജന്മനി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയണു, ഈ പോകാനേ 3 വാതിലുണ്ടെന്നാ. 3 വാതിലുകൾ. ഇത് ഏത് വാതിലൂടെ പോയാലും ഇവിടെ എത്തും. ഏതൊക്കെയാണ് ആ വാതില്? അടുത്തതാണ്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. ത്രിവിധം നരകസ്യ ഇദം ദ്വാരം നാശനമാത്മനഃ കാമഃ ക്രോധഃ തഥാ ലോഭഃ തസ്മാത് ഏതത്രയം ത്യജേത്. ഈ 3 വാതിലും ഉപേക്ഷിക്കണം എന്നാ ഭഗവാൻ പറയുന്നത്. തസ്മാത്, അതുകൊണ്ട്, ഏതത്രയം ത്യജേത്, ഈ 3നെയും ഉപേക്ഷിക്കൂ. ഏതൊക്കെയാണ് 3? കാമഃ, കാമം, ആഗ്രഹം, ക്രോധഃ, കോപം, തഥാ, അപ്രകാരം തന്നെ, ലോഭഃ, അത്യാഗ്രഹം, അത്യാശ ഇത്യാദി. ഇതം ത്രിവിധം ആത്മനഃ നാശനം, ഈ 3 വിധമാണ് ആത്മാവിനെ നശിപ്പിക്കുന്നത്. ആത്മാവിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കാൻ ഹേതുവായി തീരുന്നത്. നാശനം. നരകസ്യ ദ്വാരം, ഇതാണ് നരകത്തിന്റെ വാതിൽ. വേറെ ഒരു ബുദ്ധ ശിഷ്യന്റെ അടുത്ത് ഇതുപോലെ ഒരു രാജാവ് ചെല്ലുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്, നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്നാ. അപ്പൊ ഈ ചോദ്യം കേട്ട ഗുരു ഈ രാജാവിനെ അധിക്ഷേപിച്ചു. ഉടനെ ഇദ്ദേഹം വാളെടുത്തു എന്നാണ് പറഞ്ഞു, ഇതാ നരകം. ഓ ക്ഷമിക്കണം എന്ന് പറഞ്ഞു, ഇതാ സ്വർഗം. എപ്പോഴാണോ ഇത് എടുക്കുന്നത് അപ്പൊ നമ്മൾ നരകത്തിലേക്കാ, എപ്പോഴാ ഉള്ളിൽ വയ്ക്കുന്നത് അപ്പൊ സ്വർഗം. ഇവിടെ തന്നെയാണെന്ന് പറയാം. ഇത് ഈ ഗേറ്റിൽ, ഇതിൽ നമ്മളിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വാതിലൂടെ പോയി, ഈ വാതിലൂടെ വന്നു, ഇതിലൂടെ പോയി, ഇതിലൂടെ വന്നു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 3 വാതിൽ. അത് ഏത് വാതിൽ പോയി കഴിഞ്ഞാലും അവിടെ എത്തും.
സാധാരണ ഒരു വാതിലാണ് ഒരു സ്ഥലത്തേക്കൊക്കെ ഉണ്ടാവുക. ഇവിടെ എന്താ പറയാ, ആളുകൾ ഒരുപാടുണ്ട്, അപ്പം തിരക്ക് കൂടുതല. അപ്പൊ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഭഗവാൻ. വാതിലുകളുടെ എണ്ണം കൂട്ടി, 3 എണ്ണാക്കി. പക്ഷെ ഭഗവാൻ പറയണു ഇതിനെ ഉപേക്ഷിക്കണം. ഏതത്രയം ത്യജേത്, ഈ 3 വാതിലിനെയും ഉപേക്ഷിക്കൂ. അതുകൊണ്ട് എന്താ വേണ്ടത്? ഞാൻ നിനക്ക് വേറെ വാതിലൊക്കെ പറഞ്ഞു തരാം. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, വരുന്ന ദിവസങ്ങൾ വേറെ നല്ല വാതിലുകളുണ്ട് എന്ന് പറയും. നിനക്ക് വാതിൽ ഞാൻ തരാം, ഉഗ്രം വാതിൽ. നാളെ ഭഗവാൻ ആസുരികമായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു. ത്രിവിധം നരകസ്യ, 3 പ്രകാരത്തിലുള്ള നരകങ്ങള്. ഏതൊക്കെ? നരകത്തിലേക്കുള്ള ദ്വാരം 3 എണ്ണം, വാതിലുകൾ. ഏതൊക്കെയാണ്? കാമക്രോധ തഥാ ലോഭഃ. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വിരുദ്ധമായി ചില മതങ്ങള് നരകത്തിന്റെ വാതിലായി വിശേഷിപ്പിക്കുന്നത്. സ്വാമി ചിലതൊക്കെ പരാമർശിക്കുമ്പം അതും ഇതുപോലെ നിങ്ങൾ ഇതിന് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി സ്വീകരിക്കണം. കാരണം പല മതങ്ങളുടെ സ്വാധീനം നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഏത് മതസ്ഥനാണോ എന്നുള്ളത് വിഷയം വേറെ. പക്ഷെ പല മതങ്ങളുടെ പല തരത്തിലുള്ള സ്വാധീനം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ശാസ്ത്രവിചാരത്തിലും ഈശ്വരൻ എന്ന് പറയുന്ന കാര്യത്തിലും നരകം എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ നമുക്ക് നമ്മളെ ചില മതങ്ങളുടെയൊക്കെ സ്വാധീനമുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് നരകത്തിലേക്കുള്ള വാതിലാണത്രേ സ്ത്രീ. ഇത് ഭാരതീയ സമ്പ്രദായത്തിന്, ഭാരതീയ മതത്തിന്, ഋഷി മതത്തിന് ഇത് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രം പറയുന്നത് നരകം എന്ന് പറയുന്നത് ഇത് 3 എണ്ണമാണ്. ഇത് കാമഹ, ക്രോധഹ, ലോഭഹ. അല്ലാതെ സ്ത്രീയൊന്നുമല്ല, അല്ലെങ്കിൽ ധനമല്ല. പറയുന്നത് അങ്ങനെയാ. ധനവും സ്ത്രീയുമാണ് അത്രേ നരകത്തിലേക്കുള്ള വാതിൽ. അതെങ്ങനെയാത്? എന്തെങ്കിലും വിഡ്ഢിത്തരം അങ്ങോട്ട് പറഞ്ഞൂടെ തന്നെയാ. അതെ, ഇങ്ങനെ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നറിയാം. ഇതിനൊന്നും ആരും ഒരു ചോദ്യവും ചെയ്യാറില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അത് ആരിലായാലും കാമഹ, ക്രോധഹ, തഥാ ലോഭഃ, ഇതാണ് 3. പറയണു ഇതം ത്രിവിധം ആത്മനഃ നാശനം നരകസ്യ ദ്വാരം. നമ്മുടെ തന്നെ നാശത്തിന് ഹേതുവായിട്ടുള്ള ദ്വാരമാണ്. അതങ്ങനെ തുറന്നിരിക്കുക, എതിലെ വേണമെങ്കിലും കയറി ഇറങ്ങാം എന്ന് പറയാം. തസ്മാത്, അതുകൊണ്ട് ഏതത്രയം ത്യജേത്, ഈ 3നെയും നീ ത്യജിക്കേണ്ടതുണ്ട്. തുടർന്ന് ഭഗവാൻ പറഞ്ഞു. ഈ ശ്ലോകം ചൊല്ലിയോ? ചൊല്ലൂ. एतैर्विमुक्तः कौन्तेय तमोद्वारैस्त्रिभिर्नरः आचरत्यात्मनः श्रेयः ततो याति पराम् गतिम्. एतैः विमुक्तः हे कौन्तेय तमोद्वारैः त्रिभिः नरः आचरति आत्मनः श्रेयः ततः याति पराम् गतिम्. അല്ലയോ അർജുന, ഹേ കൗന്ദേയ, തമോദ്വാരൈഹി, തമസ് ഇരുട്ട്, അജ്ഞാനം, അജ്ഞാനത്തിന്റെ വാതിലുകൾ, വഴികൾ, ദ്വാരം, പ്രവേശന കവാടം. ഏതൈഹി, ഏതൈഹി എന്ന് പറഞ്ഞാൽ ഈ ത്രിഭി, 3നോടും വിമുക്ത, വേർപെട്ടവനായ നരഹ, ഈ 3 വാതിലുകളിൽ നിന്നും വിട്ടിട്ടുള്ള നരൻ. ആത്മനഃ ശ്രേയഃ, ആത്മാവിന്റെ തന്റെ തന്നെ ശ്രേയസ്സിനായിക്കൊണ്ട് ആചരതി, പ്രവർത്തിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നതും അവന്റെ ഒരു ശ്രേയസ്സിനാണെന്ന് പറയാം, ആത്മലാഭത്തിനായിക്കൊണ്ട് ഏത് കർമ്മവും. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാര് എല്ലാ കർമ്മവും ഈ ആത്മലാഭത്തിനാക്കിക്കൊണ്ടുള്ളതാക്കിയത്. അതുകൊണ്ട് എല്ലാ കർമ്മവും ഈശ്വര പൂജയാണെന്നാ പറയാം. അതുകൊണ്ട് നമ്മുടെ വൈദിക ധർമ്മത്തില് ഈശ്വരന്റേത് എന്നും വേറെ ലൗകികൻ അങ്ങനെയൊന്നുമില്ല, തിരിച്ചിട്ടില്ല. എല്ലാ കർമ്മവും പൂജയാണ് എന്ന് പറയാം. ആത്മനഃ ശ്രേയഃ ആചരതി, അവൻ ആത്മാവിന്റെ നന്മയെ സ്വരൂപ സാക്ഷാത്കാരത്തിനായി, സ്വരൂപ സിദ്ധിക്കായിക്കൊണ്ട് അവൻ എന്തു ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. തതഃ, അനന്തരം അതിൽ നിന്ന് പരാം ഗതിം ചയാതി, അവന് പരമമായ ഗതിയെ അവൻ പ്രാപിക്കുന്നു. അല്ലാത്തവനോ അധോഗതിയെ പ്രാപിക്കുന്നു.
അവൻ വിഷയസുഖങ്ങൾ നിത്യമാണ്, ശാശ്വതമാണ് എന്ന് കരുതി അതിനു വേണ്ടി പ്രയത്നിക്കുന്നു. അത് ഈ ഗർത്തങ്ങളായിട്ടുള്ള തമോ ഗർത്തങ്ങളിൽ കൊണ്ടുപോയി ഒരുവനെ തളയ്ക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ ഈ അധ്യായത്തെ അർജുനനോട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സൂചിപ്പിച്ച അധ്യായം ഉപസംഹരിക്കാൻ പോവുക. നോക്കാം. യശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. യഹ ശാസ്ത്രവിധിം ഉത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതിം. യഹ യാതൊരുവൻ ശാസ്ത്രവിധിം ഉത്സൃജ്യ ശാസ്ത്രവിധിയെ, നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അവൻ ഉപേക്ഷിച്ചിട്ട് കാമകാരതഃ അവന് തോന്നിയ വണ്ണം, അവന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച്. ഇവിടെ കുറെ ദിവസങ്ങളായിട്ട് ഒരാൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, സ്വാമിജി ഇതൊരാളുടെ ചോദ്യം മാത്രമല്ല, എല്ലാവരുടെയും ചോദ്യമാണ്. അതെ, നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നത് ശരി എന്ന് തോന്നുന്നതൊക്കെ ശരിയല്ലേ? ഇതിലെ നമ്മുടെ ഈ മനസാക്ഷിയെ നമുക്ക് പിടികിട്ടിയിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇതൊരു വലിയ നാടക ഗ്രൂപ്പ്, ഒരു ട്രൂപ്പുണ്ട് ഉള്ളില്. ഇപ്പൊ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ചിന്തകളുണ്ട്. അതിനെയാണ് നമ്മൾ മനസാക്ഷി എന്ന് വിചാരിച്ചിരിക്കുന്നത്. അവര് നല്ലൊരു കോട്ടിട്ടിട്ട് ഇങ്ങനെ പറയാം, ഞാനാണ് മനസാക്ഷി എന്ന്. ഇങ്ങനെ ഉണ്ടാവും. ചോദ്യം ഇതാണ്, ശരി ഏത് തെറ്റേത് എന്ന് എന്റെ ഉള്ളിൽ തോന്നുന്ന ശരി എന്ന് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത് ശരിയാണോ എന്നാ. ശരി തന്നെയാണ്, പക്ഷെ കുറേയും കൂടെ ആഴത്തിലുള്ള ചിന്ത ആവശ്യമെന്ന് പറയാം. എന്റെ മനസാക്ഷിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ പറയാറ് എനിക്ക് തോന്നുന്നത് തന്നെയാണ്. അതിന്റെ ഒരു പുതിയ നിർവചനാണത്. ധ്യാനത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ശരി തന്നെയാണ്, അതിനൊരു ധ്യാനം ആവശ്യമാണ്. പക്ഷെ ആ ശരി, തന്റെ ശരി അപരന് ഒരിക്കലും അതൊരു ദ്രോഹാവില്ല. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം. അതുകൊണ്ട് അതേ ഉണ്ടാവൂ. ഇതാണ് അതിലേക്കുള്ള പ്രമാണം എന്ന് പറയാം. അപ്പൊ ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നുണ്ട്, കാമകാരതഃ അവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ അതിൻ്റെതായിട്ടുള്ള നിർവചനങ്ങളൊക്കെ നൽകും. പ്രവർത്തന്തേ അവൻ അങ്ങനെ പ്രവർത്തിക്കുന്നുവോ സഹ അവൻ സിദ്ധിയെ നേടേണ്ടതിനെ ന അവാപ്നോതി അവൻ പ്രാപിക്കുന്നില്ല, അവൻ കിട്ടേണ്ടതിനെ കിട്ടുന്നില്ല എന്ന് പറയാം. ന സുഖം അവന് സുഖവുമില്ല, പരാം ഗതിം നച അവന് പരമമായ ഗതിയും കിട്ടുന്നില്ല. ഇനിയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് ഭഗവത്ഗീതയുടെ എന്നല്ല, നമുക്ക് മുഴുവൻ നമ്മളോട് വളരെ ശക്തമായിട്ട് അടുത്ത ശ്ലോകം കൊണ്ട് നമ്മളോട് പറയുന്നു. ഈ ശ്ലോകം അനുസന്ധാനം ചെയ്യുമ്പം നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം നമുക്ക് ബോധ്യമാവണം. അത്രയും ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകം അർജുനന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നോക്കാം. തസ്മാച്ഛാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ദൈവാസുരസമ്പദ്വിഭാഗയോഗോ നാമ ഷോഡശോऽധ്യായഃ. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനഃ ഉക്തം കർമ്മ കർത്തും ഇഹ അർഹസി. ഇതിന് നമ്മളോട് തയ്യാറുണ്ടോന്നാ ചോദിക്കുന്നത്. ഭഗവാൻ അർജുനോട് ചോദിക്കുന്നു, എടോ അർജുന,
നീ ഇതിന് തയ്യാറാണോ? എന്താ സ്വാമി, എന്താ പറയണത്? പറയൂ. പറയാം, പറയണു. തസ്മാത്, അതുകൊണ്ട്. ഏതുകൊണ്ട്? പിറകിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം, ഇന്നതൊക്കെ കൊണ്ട്. 3 ദ്വാരങ്ങളെ പറഞ്ഞിട്ടുണ്ട്, നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ളതും അതിനെ അതിവർത്തിക്കാൻ വേണ്ടതും എല്ലാം പറഞ്ഞിട്ടുണ്ട്. തസ്മാത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട്. ഏതുകൊണ്ടെന്നാൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞുവോ അതുകൊണ്ട്. നിനക്ക് കാര്യാകാര്യ വ്യവസ്ഥിതോ, കാര്യാകാര്യ നിർണയങ്ങളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഈ ഒരു വിഷയത്തില് ശാസ്ത്രം പ്രമാണം. നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് തരുന്ന ഏറ്റവും കരുത്തുറ്റ ഒരു സന്ദേശമാണ്. നമ്മുടെ ചെയ്തികൾക്കെല്ലാം ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. അത് ഇന്ന് അത്തരത്തിലാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇത്തരത്തില് ഒരു മനുഷ്യൻ ഏതൊക്കെ പന്താവിലൂടെ അവന് യാത്ര ചെയ്യണമോ, അവന്റെ വഴികൾ ഏതൊക്കെയാണോ ആ വഴികളിലൊക്കെ അവനെ സഹായിക്കാൻ, അവന് വ്യക്തമായ ദിശാബോധം നൽകാൻ പോകുന്ന കരുത്തുറ്റ ശാസ്ത്രമാണോ നമ്മുടേത് എന്നൊരുവന് സംശയം ഉണ്ട് എങ്കിൽ അതെ എന്നാണ് ഉത്തരം. വേറെ എവിടെയും കാണില്ല നിങ്ങൾ. ഇത് സ്വാമി ഇതിന്റെ ഒരു വക്താവ് എന്ന നിലയ്ക്ക് ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുകയല്ല. പക്ഷെ ഇല്ല, ഇന്ന് നിലവിലില്ല. എവിടെയാ സംസ്കാരം തുടങ്ങുന്നത്? പല പ്രകാരത്തിൽ പറയുന്നു സംസ്കാരത്തിന്റെ ആരംഭത്തെക്കുറിച്ച്. വിവാഹമാണ് ഒന്ന്. എങ്ങനെ വിവാഹം കഴിക്കണം, വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, അത് ഹാളിന്റെ ഒഴിവാണോ ആദ്യം നോക്കേണ്ടത്? അല്ല. വിസയുടെ കാലാവധിയാണോ? അല്ല. പക്ഷെ നമ്മൾ ഇന്ന് നോക്കുന്നത് അതൊക്കെയാണ്. അങ്ങനെ പൊരുത്തമില്ല. ഒപ്പിച്ചൂടെ? എന്നാ ശരി, ഒപ്പിക്കാം. ഒപ്പിക്കല് വിവാഹത്തിലില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ വിവാഹം അതിന്റെ വളരെ വളരെ ഏറ്റവും പവിത്രമാർന്ന ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം പുഷ്പിക്കുന്നതിനും എന്താ പറയാ പാകത വരുന്നതിനും ഒക്കെ ഒരു കാലമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ബന്ധപ്പെടുന്നതിനും അവന്റെ വിവാഹം കഴിക്കേണ്ടുന്ന സമയമുണ്ട്. പണ്ടൊക്കെ അത്തരം സമയത്ത് മാത്രമേ വിവാഹമുള്ളൂ. ഇന്നങ്ങനെയല്ല. ആണോ? ഇന്നങ്ങനെയാണോ? അല്ല. നിങ്ങൾ അത്ഭുതപ്പെട്ടു. കർക്കിടകത്തിൽ അല്ലേ? ഏത് മാസമാണ് കല്യാണം? കർക്കിടകത്തിലാ? മലയാളത്തിൽ ഏതൊക്കെ മാസം കല്യാണം നടക്കാറ്? കന്നിമാസം ഇല്ലേ? പിന്നെ അങ്ങനെ അങ്ങോട്ട് പോണു. അറിയാം, സ്വാമി ഏതായാലും ആലോചനയൊന്നുമില്ല ഇനിയിപ്പോ. ഇത് സ്വാമിക്ക് എന്താ അറിയാലോ. പക്ഷെ ചില വിഡ്ഢികൾ പറയുന്നു അതൊക്കെ പണ്ട്. എന്താ ഇവൻ പറയുന്നത്? മനസ്സിലാവാൻ വേണ്ടി ചോദിക്കും. അതൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള പൂർവികന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് വായിലൂടെയായിരുന്നു. ഇപ്പൊ ഇവനെങ്ങനെയാ? എടോ, പണ്ടുള്ളത് തന്നെയാ ഇപ്പോഴും. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഒരു സമയം, ആ സമയം അതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്, നോക്കേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ. സ്വാമി പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്, അതായത് സ്ത്രീയുടെ ആർത്തവം, മാസമുറ വളരെ പ്രധാനമാണ്. അതുമുതൽ എന്തിനാണ് കരുത്തുറ്റ ഒരു സൃഷ്ടിവർഗത്തെ, ഒരു സംസ്കാരത്തെ, ഒരു കുടുംബ ബന്ധത്തെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതുമുതൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് അവർ തമ്മിൽ ഒന്നിക്കേണ്ടത്, ഏത് സമയത്താണ് വിവാഹം ചെയ്യേണ്ടത്, ആ സമയത്ത് ആരൊക്കെ, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ മറ്റു പലതും നമ്മളെ ഒന്നിപ്പിക്കാൻ വേണ്ടി അവരൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്.
അത് നിങ്ങളൊക്കെ ഇവിടെ 6:30 മണിക്ക് റെഡി ആയിട്ടിരിക്കണു. സ്വാമി ഒരു 7 മണിക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലാവുന്നുണ്ടോ സ്വാമി പറയുന്നത്? ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 6:30 മണിക്ക് ഇവിടെ റെഡി ആയിട്ട് കാത്തിരിക്കുക സ്വാമി. അപ്പോഴാണ് സ്വാമിയുടെ വരവ് ഒരു 7:45. അതെ. അപ്പൊ നിങ്ങളെ ആർക്ക് നഷ്ടപ്പെടുന്നു? സ്വാമിക്ക് നഷ്ടപ്പെടുന്നു. ഇപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാവരും നമുക്ക് വേണ്ടി പലതും തയ്യാറാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ആ സൗഭാഗ്യം കിട്ടാതെ പോകുമ്പം നമ്മൾ പ്രകൃതിക്ക് അപരിചിതനാകുന്നു. നമ്മുടെ സന്താനം അത് തന്നെ അവൻ പ്രകൃതിക്ക് എതിരാവുന്നു. ഇതിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മുതൽ അവിടെയാണ് ഒരു ശിശു ജാതമാകുന്നതാണല്ലോ സംസ്കാരത്തിന്റെ ആരംഭം. അപ്പം വിവാഹത്തിന് മുൻപ് ഈ വരനിൽ നിന്ന് വേണം വധു കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ. ഗുരുകുല വിദ്യാഭ്യാസം വേണ്ടത്ര പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടില്ല. അത് അവരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. കാരണം ഇവനിൽ നിന്ന് ഇവൾ ഇത് ഗ്രഹിക്കണം. ഈ യാജ്ഞവൽക്യനിൽ നിന്നാണ് മൈത്രേയി ഇതിനെ ഗ്രഹിച്ചത്, അറിഞ്ഞത്. അങ്ങനെ ഒരു പാരസ്പര്യമുണ്ട്. ഗുരു അതിനും കൂടെ കണക്കായിട്ടാണ് ഇവനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അത് പറയുന്നതിലൂടെ എന്തിന് ആദ്യത്തെ ഗർഭം ധരിക്കുന്നതോടുകൂടി ഭർത്താവ് പിന്നെ ആ അമ്മയ്ക്ക് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാതൃസ്ഥാനം കൂടെ ഉണ്ടെന്നാ ഭാരതത്തിൽ. കാരണം തന്നെ ധരിച്ചു എന്നുള്ളതിലൂടെ. ഒന്നാമത്തെ സന്താനമായി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം അത്രയും ആ ഒരു ഭാവത്തോടു കൂടി വേണം അവരോട് പെരുമാറാൻ. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. സ്വാമി ആ ഭാഗത്തേക്കൊന്നും അധികം കടക്കുന്നില്ല. വാത്സ്യായനൻ എന്ന ഋഷി കാമസൂത്രത്തില് കരുത്തുറ്റ ദാമ്പത്യത്തെക്കുറിച്ചാ പറഞ്ഞത്. തോന്നിവാസം എഴുതി വെച്ച ആളല്ല അയാള്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാ. എങ്ങനെ ഈ സത്യസന്ധമായ ദാമ്പത്യത്തിലൂടെ പരമമായ മോക്ഷത്തെ പ്രാപിക്കാം. അപ്പൊ സ്വാമി ആ വഴിയിൽ വല്ല ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. അതിന് വല്ല പുസ്തകങ്ങളോ അല്ലെങ്കിൽ വല്ല സിനിമകളോ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ? തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിതോ എന്ന് പറയുമ്പം എല്ലായിടത്തും ഒരു മാർഗദർശിയായി, ഒരു ചൂണ്ടുപലകയായി, ഒരു ദീപസ്തംഭമായി ഒരാചാര്യൻ നിലകൊള്ളണമല്ലോ. ആ നിലയ്ക്ക് നോക്കുമ്പം ഭാരതത്തിലെ വാത്സ്യായനനെ വെല്ലാൻ ഇനിയും ആധുനിക ലോകത്ത് ഒരുത്തനും ആവിർഭവിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം ബ്രഹ്മചാരിയാണ്, ഋഷിയാണ്. പഠിക്കേണ്ടിയിരിക്കുന്നു ഭാരതത്തെ ഇനിയും. പാശ്ചാത്യനും പൗരസ്ത്യനും അതെ എന്ന് പറയാം. നമുക്ക് ഇന്ന് അവരൊക്കെ അന്യനാണ്. അതുകൊണ്ട് കുത്തഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണം ഇതാണ്, ഇവിടെയാണ്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ